നമ്മളെപ്പോഴും ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളെക്കുറിച്ചാണ് പറയാറ്. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഗുരുതുല്യനായ ഒരാളിൻ്റെ വാക്കിനെ ധിക്കരിച്ച കഥയാണിന്ന്. സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്. എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. ഫോട്ടോ ജേർണലിസം എൻ്റെ മനസ്സിലേക്ക് കയറിയ കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു പേരാണ് രഘു റായ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ ജേർണലിസ്റ്റ്, ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫർ. ലോകപ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂട്ടായ്മയായ മാഗ്നത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു പ്രതിനിധിയാണ് രഘു റായ്. അദ്ദേഹത്തിൻ്റെ പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫാദറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് പ്രശസ്തനായ ജേർണലിസ്റ്റ് KM റോയ് സാർ. അദ്ദേഹമാണ് രഘു റായിയെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. അദ്ദേഹം ജോലി ചെയ്യുന്ന രീതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ടാക്കിയ ഇമ്പാക്റ്റിനെക്കുറിച്ചും എല്ലാം റോയ് സാറാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. പിന്നീട് ആ പേരിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ശക്തമായി. അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ ഒരു വലിയ ആരാധകനായി മാറി ഞാൻ. രഘു റായിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. എൻ്റെ സുഹൃത്ത് ഫോട്ടോഗ്രാഫർ ലീൻ തോബിയാസിൻ്റെ യേശുദാസിൻ്റെ കളക്ഷൻസ് അടങ്ങുന്ന ഒരു ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രഘു റായി എത്തുന്നത്. സത്യത്തിൽ എൻ്റെ കൊളീഗിൻ്റെ ഫോട്ടോ എക്സിബിഷൻ കാണാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ പോയത്. രഘു റായിയെ പരിചയപ്പെടണം, അദ്ദേഹത്തോട് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ പോകുന്നത്. സാധാരണ ഒരു ഉദ്ഘാടകൻ ഒരു സ്റ്റേജിൽ കാണിക്കുന്ന ബലംപിടുത്തങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം യേശുദാസ് സാറിൻ്റെ ചിത്രമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വിളക്ക് കൊളുത്തുന്ന സമയത്ത് പിന്നിലെവിടേക്കോ മാറി നിന്ന ലീനിനെ വിളിച്ച് മുന്നിലേക്ക് നിർത്തിയതും രഘു റായി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ എന്നിലുണ്ടായ ഒരു അമ്പരപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പത്തോടെയുള്ളൊരു പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ എനർജിയും എൻ്റെ അമ്പരപ്പിനെ പാടെ മായ്ച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ എനർജി, അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എനർജി. വളരെ അടുപ്പമുള്ള ഒരാളോട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് രഘു റായി ആദ്യ നിമിഷങ്ങളിൽ തന്നെ എന്നോട് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ എനിക്കുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചും ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, നോക്കൂ, ഈ ചിത്രങ്ങളെല്ലാം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ ചിത്രമെടുക്കുന്ന സമയത്ത് ഇതെല്ലാം മായ്ച്ചു കളയുക. പുതിയ ചിത്രങ്ങൾ കാണാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം, പക്ഷേ എന്തുകൊണ്ടോ അത് കഴിയാറില്ല എന്ന് ഒരു പകുതി ദുഃഖത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അന്നത്തെ കണ്ടുമുട്ടലിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായ കാര്യം, മറ്റൊരു ഫോട്ടോഗ്രാഫർ ചെയ്തു വെച്ച, മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്തു വെച്ച കാര്യത്തിന് പുറകെ പോയി അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യം. അതെപ്പോഴും പ്രാക്ടിക്കലാക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത കാലം വരെ, കുറച്ച് നാൾ മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ തന്നെ എനിക്ക് കോപ്പി ചെയ്യേണ്ടി വന്നു. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അങ്ങനെ കോപ്പി ചെയ്ത ചിത്രത്തിൻ്റെ കഥയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റമദാനായിരുന്നു. പാൻഡമിക്കിൻ്റെ സിറ്റുവേഷൻസിൽ പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. റമദാനിലെ ഏറ്റവും പ്രത്യേകതയുള്ള സമൂഹ നോമ്പുതുറ അങ്ങനെ ഒന്ന് കാണാനേ ഇല്ല. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നു. എത്ര പാൻഡമിക് സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയുള്ള ഒരാളാണ് ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ഫോട്ടോ ജേർണലിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഹോളി മന്തിൻ്റെ ഒരു ഫീൽ ചിത്രങ്ങളിലൂടെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ഞാൻ ആലോചിച്ചു. എന്ത് ചിത്രങ്ങളാണ് എടുക്കാൻ കഴിയുക എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്, വളരെ സുന്ദരമായ പള്ളികളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എന്തുകൊണ്ട് ഒരു സൺസെറ്റിൽ, ഒരു പ്രാർത്ഥനയുടെ മൂഡ് വരുന്ന ഒരു സൺസെറ്റിൽ ഒരു പള്ളിയുടെ ടൈം ലാപ്സ് എടുത്തുകൂടാ? അങ്ങനെ ഒരിക്കൽ ദേരയിലുള്ളൊരു പള്ളിയുടെ ചിത്രമെടുക്കാനാണ് ഞാൻ പോകുന്നത്. ആ പള്ളിയുടെ ചിത്രം എടുക്കാൻ അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, തൊട്ടടുത്തടുത്തടുത്തായി ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തൊട്ടടുത്ത് നിന്നിട്ട് ആ പള്ളിയുടെ ചിത്രം എടുക്കാൻ കഴിയില്ല. ഞാൻ അല്പം മാറി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ പള്ളിയുടെ ചിത്രം എടുക്കുന്നത്. ഞാനൊരു വൈകുന്നേരത്തോടെ അവിടെ എത്തി.
ട്രൈപോഡിൽ എൻ്റെ ക്യാമറയെല്ലാം ഫിക്സ് ചെയ്തു. ടൈം ലാപ്സ് വീഡിയോ അല്ല, അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ഒറ്റപ്പെട്ട കെട്ടിടമാണ്. കുറേ സമയമായി ഞാൻ ഒരേ കാഴ്ചകൾ കാണുന്നു. കെട്ടിടത്തിൻ്റെ എതിർവശത്തേക്ക് നടക്കുമ്പോഴാണ് ഞാൻ കണ്ടത്, സമീപത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൽ പ്രെയർ കാർപ്പറ്റ് ആരോ വിരിച്ചിട്ടിരിക്കുന്നു. അതൊരു ചിത്രത്തിനുള്ള അടയാളമായിട്ട് എനിക്ക് തോന്നി. കുറേ സമയം അവിടെ കാത്തു നിന്നെങ്കിൽ അവിടേക്ക് ആരും വന്നില്ല. പ്രെയറിൻ്റെ സമയം ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ വീണ്ടും എൻ്റെ ടൈം ലാപ്സ് ഫോട്ടോ എടുപ്പിലേക്ക് ഞാൻ തിരിച്ചെത്തി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടോ വീണ്ടും എനിക്ക് ഒന്നുകൂടെ അവിടേക്ക് പോയി നോക്കാൻ തോന്നി. ഞാൻ അവിടേക്ക് ചെന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആ കെട്ടിടത്തിൽ ആ കാർപ്പറ്റ് ഇട്ടിരിക്കുന്നിടത്ത് വളരെ കൃത്യമായി ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷ്വൽ. സന്ധ്യയിലെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു വൈകാരികതയുണ്ട് അല്ലേ? ഞാൻ ആ ചിത്രം എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ എടുത്തുകൊണ്ടിരുന്ന ചിത്രമായിരുന്നില്ല സത്യത്തിൽ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട രഘുറായിയുടെ ചിത്രമായിരുന്നു. ഞാൻ നിൽക്കുന്നത് പോലെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു ക്യാൻവാസിൽ ഒരു ജനാലയ്ക്കുള്ളിലൂടെ ഒരു സ്ത്രീ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന രഘുറായിയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ചിത്രം. ഒരേ സമയം എനിക്ക് സന്തോഷവും കുറ്റബോധവും എനിക്ക് ഒരേപോലെ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഈ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് പകർത്താൻ ആഗ്രഹിച്ച ചിത്രം അദ്ദേഹത്തിന് ലഭിക്കാതിരിക്കുകയും വളരെ ആക്സിഡൻ്റലായി കണ്ട ഒരു ചിത്രമാണ് ഈ പ്രാർത്ഥനയുടെ ചിത്രം എന്ന് അദ്ദേഹം പറഞ്ഞതുകൂടി ഞാൻ ഓർത്തപ്പോൾ സമാനമായ സിറ്റുവേഷനാണ് എനിക്കും ഉണ്ടായത്. ആ ചിത്രത്തെ ഞാനൊരു കോപ്പിയായി ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് രഘുറായി കടന്നുപോയ അതേ എനർജിയിലൂടെ എനിക്കും കടന്നു പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ആവർത്തനത്തിന് ആ ഗുരുവിനോട് എൻ്റെ ക്ഷമയും കഥകൾ കേട്ടിരുന്നതിന് നിങ്ങളോട് എൻ്റെ സ്നേഹവും. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.